ഹലോ. അപ്പൊ ഇത് നോക്കിക്കേ. ഇത് നോക്കിയേ. എന്താ സംഭവം ഒന്ന് പിടികിട്ടിയാ? റോസാപ്പൂവൊക്കെ കണ്ടപ്പോ തന്നെ അറിയാലോ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാക്കാനാ. അപ്പൊ കുൽഫി സ്റ്റിക്കാട്ട് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ 8 സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ 2 ഫ്രെയിം ഉണ്ടാക്കിയിരിക്കണം കേട്ടാ. ഇത് ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ടാട്ടോ ഞാൻ ഒട്ടിച്ചത്. ഇങ്ങനെ 2 ഫ്രെയിം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിം ഒന്ന് ചെറുതായിട്ട് ചെരിച്ചു കൊടുക്കണം. അപ്പൊ അതങ്ങനെ ഇരിക്കാനായിട്ട് എന്തെങ്കിലും ഒതുക്കൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും പുറകില്. ഞാൻ ഇപ്പൊ ഒരു വുഡൻ സ്പൂൺ ഉണ്ടായിരുന്നു, അത് പീസാക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഓരോ പീസും അതുപോലെ ഇതിന്റെ 4 മൂലയിലും ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ഫ്രെയിമിൽ ഒട്ടിച്ചു കൊടുത്തു. ഒരു ഫ്രെയിമിൽ മതിട്ടാ. അടുത്ത ഫ്രെയിം ഇതിന്റെ മുകളിൽ അതേ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കോണോട് കോൺ തിരിച്ച് വെക്കും. എന്റെ മുഖത്ത് ഫ്രെയിം ആയിട്ട് വെച്ചപ്പോ എങ്ങനെയുണ്ട് കാണാനായിട്ട്. ഒരു 3-4 ഫോട്ടോസ് എടുത്തിട്ട് അതന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഫ്രെയിം വെച്ച് കൊടുക്കാന്ന് വെച്ചു. അപ്പൊ ഈ ഹാർട്ടിന്റെ നടുക്ക് നമുക്കിങ്ങനെ ഒരു ഓട്ട പോലെ, അതായത് നടുക്ക് ഗ്യാപ്പ് ഇതാ കണ്ട, അതുപോലെ നടുക്കൊന്നും പാടില്ല. അങ്ങനെ വേണം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ആ ഫ്രെയിമിൽ നിന്ന് ഗോൾഡൻ പെയിന്റ് അടിച്ചു. അപ്പൊ അത് കഴിയുമ്പോൾ ഓരോ ഹാർട്ടിനും നമ്മൾ റെഡ് പെയിന്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓരോ ഫോട്ടോത്തിനും അതും ഈ ഫ്രെയിം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഫോട്ടോത്തിന് ചെറിയൊരു ചുളിവൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് അതിന്റെ അകത്ത് കറക്റ്റ് ഫിറ്റ് ആവണില്ലേ നോക്കിട്ടാ, അകത്ത് കയറണൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ബാക്കി ഫോട്ടോസിനും കൂടി അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടാ. അങ്ങനെ എല്ലാ ഫോട്ടോസിനും ഇനി ഒട്ടിച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ ഇനിയിപ്പോ ഒരു ഫോട്ടോ ഈ ഫ്രെയിമിന്റെ അകത്തൊന്നിങ്ങനെ കെട്ടിക്കൊടുക്കണം കേട്ടോ. ഫ്രെയിമിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഈ വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ ചില നേരത്ത് നമുക്ക് നമ്മുടെ പല്ലും ഒരായുധ. അപ്പൊ പല്ലും നെഗൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഇനി ഇത് കെട്ടിക്കൊടുത്തത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള 3 ഫോട്ടോസും ഇതുപോലെ ഓരോ മൂലയിലായിട്ട്, അതിന്റെ ഓരോ മൂലയിലായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കട്ടോ. താഴ്വശത്തുള്ള 3 മൂലയില് ഒരെണ്ണം താഴെ കെട്ടി, ഇനി ബാക്കി രണ്ടോ അപ്പുറപ്പുറമായിട്ട് കെട്ടിക്കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ ഫോട്ടോസും ഇതുപോലെ കെട്ടിക്കൊടുത്തു കേട്ടാ. കൂടെ നേരത്തെ കാണിച്ച റോസാപ്പൂവും കൂടി ഒട്ടിച്ചു വെച്ചു കേട്ടാ. റോസാപ്പൂ രണ്ട് എന്ത് വാലന്റൈൻസ് ഡേ അല്ലേ. അപ്പൊ ഈ ഫോട്ടോസൊക്കെ കണ്ട, ഇത് എന്റെയും എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെയും ലൈഫിലെ ഓരോ സ്റ്റേജുകളാണ്. ഫസ്റ്റ് ഫോട്ടോ ഞങ്ങളുടെ എൻഗേജ്മെന്റ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഞങ്ങളുടെ കല്യാണ സാരി എടുക്കാൻ പോയത്, പിന്നെ ഞങ്ങളുടെ രാധൂസ് ജനിച്ച് 4 ദിവസം 5 ദിവസം പ്രായമുള്ളപ്പോഴത്തെ ഫോട്ടോ, പിന്നെ അടുത്തത് ഞങ്ങളുടെ രാധൂസ്, ഞാൻ നടുക്കിലിരിക്കുന്ന ഫോട്ടോ ട്ടാ. ഞങ്ങളുടെ രാധൂസിന്റെ 5 മാസം 5.5 മാസം പ്രായമുള്ള സമയത്ത് കേട്ടാ. നോക്കിയേ, ഇത് ചുമരുമ്പോ തൂക്കിയിട്ടപ്പോ നല്ല വോൾ ഡെക്കോർ ആയിട്ട് ഇരിക്കുന്നുണ്ടാ. ചുമരുമ്പോ തൂക്കിയപ്പോ നല്ല ഭംഗിയുണ്ടല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂട്ടാ. പിന്നെ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമ്മുടെ ചാനല്. അത്രേ ഉള്ളൂട്ടാ. ടാറ്റാ, ബൈ ബൈ.